ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ കഥയുടെ പേരാണ് ഈശോ തുന്നിയ കുപ്പായം. എങ്കിൽ കഥ കേൾക്കാം. നഗരത്തിലെ ഒരു പഴയ പള്ളിയുടെ പിന്നാമ്പുറത്ത് ലൂക്ക എന്ന 10 വയസ്സുകാരൻ താമസിച്ചിരുന്നു. അവൻ ഈ ലോകത്ത് ആകെയുള്ള സമ്പാദ്യം അമ്മ മരിക്കുന്നതിന് മുൻപ് തുന്നിക്കൊടുത്ത ഒരു പഴയ ഷർട്ടായിരുന്നു. ആ ഷർട്ടിലെ ഓരോ തുന്നലിലും തൻ്റെ അമ്മയുടെ വിരലടയാളങ്ങളുണ്ടെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. ഓരോ രാത്രിയും ആ ഷർട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് അവൻ ഉറങ്ങിയിരുന്നത്. ഒരു കൊടും തണുപ്പുള്ള രാത്രി വിശപ്പും തണുപ്പും സഹിക്കാനാവാതെ ലൂക്ക പള്ളിക്കുള്ളിൽ കയറി. പെട്ടെന്ന് വീശിയടിച്ച കാറ്റിൽ പള്ളിയുടെ കനത്ത വാതിലടഞ്ഞപ്പോൾ അവൻ്റെ ഷർട്ട് വാതിലിനിടയിൽ കുടുങ്ങി വല്ലാതെ കീറിപ്പോയി. ലൂക്ക പരിഭ്രമിച്ചു. തൻ്റെ അമ്മയുടെ അവസാനത്തെ ഓർമ്മയും നശിച്ചുപോയെന്ന് തിരിച്ചറിഞ്ഞ അവൻ ഈശോയുടെ രൂപത്തിനു മുന്നിൽ വീണ് പൊട്ടിക്കരഞ്ഞു. ഈശോയെ, എനിക്ക് വിശന്നപ്പോൾ ഞാൻ പരാതി പറഞ്ഞില്ല. എനിക്ക് വീടില്ലാത്തപ്പോഴും ഞാൻ കരഞ്ഞില്ല. പക്ഷേ എൻ്റെ അമ്മയുടെ ഈ ഓർമ്മ കൂടി എന്നിൽ നിന്ന് തട്ടിപ്പറിക്കില്ലേ? എനിക്കത് നന്നാക്കാൻ അറിയില്ലല്ലോ. കരഞ്ഞു തളർന്ന ലൂക്ക ആ പീഠത്തിന് താഴെ തളർന്ന് ഉറങ്ങിപ്പോയി. സ്വപ്നത്തിൽ പ്രകാശവലയമുള്ള ഒരാൾ അവൻ്റെ അരികിൽ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകളിൽ തഴമ്പുകളും ആണിപ്പഴുതുകളും ഉണ്ടായിരുന്നു. അദ്ദേഹം മെല്ലെ ലൂക്കയെ തലയോടി. ആ കീറിയ ഷർട്ട് വാങ്ങി തൻ്റെ തുന്നൽ സൂചി കൊണ്ട് തുന്നാൻ തുടങ്ങി. ഓരോ തുന്നലിലും അദ്ദേഹം മന്ത്രിക്കുന്നുണ്ടായിരുന്നു, മകനെ, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. പുലർച്ചെ പള്ളിയിലെ മണിമുഴക്കം കേട്ടാണ് ലൂക്ക ഉണർന്നത്. അവൻ പെട്ടെന്ന് തൻ്റെ ഷർട്ടിലേക്ക് നോക്കി. അത്ഭുതം! ഷർട്ട് കീറിയ അടയാളമേ ഇല്ല. പകരം ആ കീറിയ ഭാഗം മനോഹരമായ ഒരു സ്വർണ്ണനൂൽ കൊണ്ട് തുന്നിച്ചേർത്തിരിക്കുന്നു. ആ തുന്നലിൽ നിന്ന് അമ്മയുടെ അതേ സ്നേഹത്തിന്റെ മണം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ലൂക്ക ഇന്ന് വലിയൊരു അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരനാണ്. അവിടെ വരുന്ന ഓരോ കുട്ടിക്കും അവൻ പുതിയ വസ്ത്രങ്ങൾ നൽകുമ്പോൾ തന്റെ മുറിയിൽ ഫ്രെയിം ചെയ്തു വെച്ച ആ പഴയ ഷർട്ട് അവൻ അവരെ കാണിക്കുമായിരുന്നു. അവൻ അവരോട് പറയും, നമ്മുടെ ജീവിതം കീറിപ്പോയെന്ന് തോന്നുമ്പോൾ വിഷമിക്കരുത്. നമ്മെ തുന്നിച്ചേർക്കാൻ ഈശോ കൂടെ ഉണ്ടാകും. മുറിവുകളെ സ്വർണമാക്കി മാറ്റാൻ ഈശോയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. കൂട്ടുകാരെ, ഇന്നത്തെ കഥയിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മുടെ ഏതവസ്ഥകളിലും ഈശോ നമ്മോടൊപ്പം ഉണ്ടാകും. അത് തിരിച്ചറിയാൻ കഴിയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. നിങ്ങൾക്ക് ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടോ? ഇതുപോലെ ചെറുകഥകൾ കേൾക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.